എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീക്കെൻഡ് ഒന്ന് മൈസൂർ വരെ പോയി. പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. രാവിലെ ഇവിടെ നിന്നാണെങ്കിൽ വന്ദേ ഭാരതും ഉണ്ട്, 2 മണിക്കൂറത്തെ ദൂരേ ഉള്ളൂ. അപ്പം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. തിരിച്ച് വരാനാണേലും എപ്പോൾ നമുക്കൊരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്താണേലും വരാനൊക്കെ പറ്റും. അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് മിക്കവാറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പം എന്നാലും ചുമ്മാ ഒരു ചുമ്മാ ഒരു ചെറിയ ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്ന പതിവുണ്ട് ലൈറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടി. ഇപ്രാവശ്യം ലൈറ്റിംഗ് ഒന്നും കാണാനൊന്നും നിൽക്കുന്നില്ല പാലസിൽ. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നല്ലേ നമ്മൾ കയറാറ്? അപ്പം ഞങ്ങൾ KSRTC നിന്നാണ് കയറുന്നത്. രാവിലെ ഒരു 9:50 ഇവിടുന്ന് ഒരു വന്ദേ ഭാരത് ഉണ്ട്, അതിലാണ് ഞങ്ങൾ പോകുന്നത്. ഞാനിതിൻ്റെ കൂടെ വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ടേക്കുന്നുണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയാലോ? ഹൽദിറാമിൻ്റെ കൊള്ളാമല്ലോ. ആ ട്രെയിൻ അവിടെ ഹൽദിറാമിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ്, അത് ട്രെയിനിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ അത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇവിടെ വന്നിട്ട് കാണുന്നത്, ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ്. ഞങ്ങൾ മിക്കവാറും ഈ KSRTCയിൽ നിന്ന് കയറിയിട്ടൊക്കെ ഉള്ളതാണ്, പക്ഷെ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ട്രെയിനിൻ്റെ ഷേപ്പിലാണെന്നുള്ളത്. വർഷത്തിലെല്ലാവരും ശബരിമല പോകുന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ മൈസൂർ പോയി. എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്നതിൽ എല്ലാ വർഷം ഒരു നേർച്ച പോലെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് തന്നെ മാർച്ചിൽ പോയി. നമ്മൾ ഇത് ഫെബ്രുവരി, അതിന് മുമ്പിലത്തെ കൊല്ലവും പോയി. അതിന് മുമ്പ് നമ്മൾ 2019 പോയി. 2020 പോയില്ല മൈസൂര്. 2020 പോകാനൊരു കോവിഡ് കാരണം. 2021 നവരാത്രിയുടെ ഇടയ്ക്ക് പോയി. 2022 നമ്മൾ പോയി. 23 പോയി. 22 പോയി. അത് കഴിഞ്ഞ് 22 ചാമുണ്ഡി ഹിൽസൊക്കെ പോയപ്പോൾ ഇത് 21 22 21 ഒരു ഒക്ടോബറിൽ പോയി. 22 പോയിട്ടുണ്ട്. 2 പ്രാവശ്യം നമ്മൾ 3 തവണ നമ്മൾ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം 1 ഡേ ട്രിപ്പ് മാത്രമായിട്ട്. അതിന് മുമ്പ് പോയിരിക്കുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. അത് വേറൊരു കാര്യം പറയാം. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ശ്രീഹരി KSR ബാംഗ്ലൂർ. KSRന്റെ ഫുൾ ഫോം എന്തുവാ? ആയിരിക്കും. മൈസൂര് ഇത് ക്രാന്തവീര ശങ്കുലി രായണ്ണ. ക്രാന്തവീര ശങ്കുലി രായണ്ണ ഞാനും ഈ പൂവും തമ്മിൽ നല്ല മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ക്രാന്തവീര ശങ്കുലി
അങ്ങനെ KSRൻ്റെ ഫുൾ ഫോമും ഒക്കെ ഞങ്ങളിരുന്ന് കണ്ടുപിടിച്ച് എന്താണ് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ തപ്പിപ്പിടിച്ച് മനസ്സിലാക്കി വരുമ്പോഴത്തേനും നമ്മുടെ വന്ദേ ഭാരത് വന്നു. ഇവിടുന്ന് 9:50 മൈസൂർക്കുള്ള വന്ദേ ഭാരതാണ്. ഇതൊരു 12:10 ആകുമ്പോഴത്തേനും മൈസൂരെത്തും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫുഡെല്ലാം എത്തി. ഒരു ക്രീം ബൺ ഉണ്ടായിരുന്നു, പരിപ്പൊടി ഉണ്ടായിരുന്നു, മഫിൻസ് ഉണ്ടായിരുന്നു, ചായ കുടിക്കാനുള്ള ഒരു ടീ ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വീറ്റ് സോന പപ്പടി പോലൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുടിക്കാൻ വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുതന്നു. പക്ഷെ ചൂടുവെള്ളമാണോ? അയ്യോ, പാലും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. ആയിരിക്കും, അന്നത്തെ ഇത് വേറെയാ. ഇതൊന്ന് തുറന്നേ ശ്രീഹരി. ഇത് എനിക്കിതൊക്കെ തന്നെ അല്ലേ. ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ ചായ, കട്ടൻ ചായ ആക്കിയാണ് കുടിച്ചത്. മറ്റേ പാൽപ്പൊടി എന്തോ കലക്കാൻ തോന്നിയില്ല. പിന്നെ പരിപ്പുവട വലിയ ഗുണമൊന്നുമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടേ ഇല്ല എനിക്ക്. പിന്നെ ബാക്കി ഐറ്റംസ് നമ്മുടെ ബാക്കി സാധാരണ ബേക്കറി കിട്ടുന്ന ക്രീം ബൺ പോലത്തെ ഇതും ഒരു സോന പപ്പടി പോലത്തെ സാധനം, പിന്നെ മഫിൻസും ആയിരുന്നു. മഫിൻസ് ഞങ്ങളിപ്പോൾ ഉടനെ കഴിച്ചില്ല, ബാക്കി 2 മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അങ്ങനെയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഈ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരേക്ക് ട്രെയിൻ യാത്ര നടത്തിയവർക്കറിയാം ഒരു സ്നാക്കിനെ പറ്റി. ഈ വന്ദേ ഭാരതിൽ അത് കിട്ടത്തില്ല, അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു. സാധാരണ നമ്മുടെ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും
സാധാരണ നമ്മുടെ ട്രെയിനിൽ ഉഴുന്നുവട അല്ലെങ്കിൽ ഉള്ളിവട, പരിപ്പ് വട അങ്ങനെയുള്ള ഐറ്റംസ്, ബജ്ജികൾ അതൊക്കെയല്ലേ വിൽക്കുന്നത്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പം സാധാരണ നമ്മുടെ ട്രെയിനിൽ, ഈ വന്ദേ ഭാരത് അല്ലാത്ത ട്രെയിനിൽ കൊണ്ടുവരുന്ന ഒരു വടയാണ് മധുർ വട എന്ന് പറഞ്ഞ സംഭവം. അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ അത് ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ ട്രെയിനിൽ പോകുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. അതിൻ്റെ പേരാണ് മധുർ വട. അതെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, അത് ഈ ട്രെയിൻ സംബന്ധമായ ഒരു സ്റ്റോറി ആക്ച്വലി ആ വട ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. മധുർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്, സ്റ്റോപ്പും ഉണ്ട്. മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ്, ഈ ബാംഗ്ലൂരിനും മൈസൂരിനും ഇടയിൽ. അവിടെ നമുക്കൊരു സ്റ്റോപ്പൊക്കെ ഉണ്ട്, മധുർ. ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മധുറാന്ന് തോന്നി, ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മൾ ഈ ട്രെയിന് സ്പീഡ് കൂടുതലായതുകൊണ്ടും ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇതിന് ബാംഗ്ലൂർ വിട്ട മൈസൂരെ സ്റ്റോപ്പുള്ളൂ, ഇടയ്ക്കൊന്നും സ്റ്റോപ്പില്ല. അപ്പോൾ ഈ മധുർവടയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമചന്ദ്ര ബുദ്ധിയ എന്ന് പറഞ്ഞ ഒരാൾ ഒരു 1917 കാലഘട്ടത്തിൽ ഒരു വെജിറ്റേറിയൻ ടിഫിൻ റൂം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മധുർ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഒരു പ്രാവശ്യം ട്രെയിന് നേരത്തെ വന്നപ്പോഴത്തേനും സാധാരണ ഇങ്ങേരുണ്ടാക്കുന്ന പക്കോടയോ അങ്ങനെ സംഭവം, സാധാരണ ഇങ്ങേരുണ്ടാക്കുന്ന സ്നാക്സ് അങ്ങേർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനുള്ള സമയം അങ്ങേർക്ക് കിട്ടിയില്ല. ട്രെയിൻ നേരത്തെ വന്നു. അതുകൊണ്ട് അങ്ങേര് ഒരു നമ്മുടെ റവയും മൈദയൊക്കെ വെച്ച് ഒരു സംഭവം പെട്ടെന്ന് ഉണ്ടാക്കി, പരന്നിരിക്കുന്ന എളുപ്പമെന്ന് ഫ്രൈ ആവുന്ന ഒരു സംഭവം ഉണ്ടാക്കി. അതാണ് നമ്മുടെ ഈ മധുർവട. ആക്ച്വലി എനിക്ക് ഈ സംഭവം ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു ട്രെയിൻ യാത്രയിൽ ഞാൻ മിക്കവാറും മേടിച്ച് കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തവണ ഈ വന്ദേ ഭാരതിൽ പോകുമ്പോൾ നമുക്ക് ആ സാധനമൊന്നും കിട്ടത്തില്ല, മധുർവടയൊന്നും കിട്ടത്തില്ല. ഈ ടൈപ്പ് സ്നാക്സൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ 1917 അങ്ങേര് രാമചന്ദ്ര ബുദ്ധിയ എന്ന് പറഞ്ഞ ആ ഒരു ടിഫിൻ റൂം നടത്തുന്ന പുള്ളിക്കാരൻ ഇതുണ്ടാക്കി ഇത് കൊടുത്തതിന് ശേഷം ഇത് ഭയങ്കരമായിട്ടും പോപ്പുലറായി. ട്രെയിൻ യാത്രകളിൽ ഇത് ഭയങ്കരമായി ഇത് കിട്ടുന്ന സംഗതിയായി. പിന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ എവിടെ ഈ മധുർവട എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ചായക്കടയിൽ അങ്ങനെയുള്ള കടകളിലൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ മൈസൂരും ഈ മധുർവട ഇഷ്ടം പോലെ കിട്ടും. ഈ ഹട്ടി കാപ്പിയിലും ഒക്കെ മധുർവട വിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര പോപ്പുലറായി ഈ ഒരു സംഭവം. ആ ഒരു ഏരിയകളിൽ ഭയങ്കര പോപ്പുലറായി. ബാംഗ്ലൂർ ഒന്നും കിട്ടത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മൈസൂർ, ഈ ഒരു ബാംഗ്ലൂർ വിട്ട് മൈസൂർ ഇതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം ഫേമസ് ആയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഫിൻസ് അങ്ങ് കഴിച്ചേക്കാം. ഇത് നല്ല മഫിൻസാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് മഫിൻസ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല മഫിൻസാണ്. നേരത്തെയും ഈ സെയിം മഫിൻസ് ഞാൻ വന്ദേ ഭാരതിൽ നിന്ന് തന്നെ ഞങ്ങൾ കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോഴും, മൈസൂർ പോയപ്പോഴും ചെന്നൈ പോയപ്പോഴും ഈ സെയിം മഫിൻസ് തന്നെയാണ് അവർ കൊണ്ട് തന്നത്. അത് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ മഫിൻസൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കാവേരി നദി കാണാം, റിവർ കാവേരി. അപ്പോൾ ആദ്യം കാണുന്നത് കാവേരി നോർത്ത്, പിന്നെ ശ്രീരംഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ, അത് കഴിഞ്ഞിട്ട് കാവേരി സൗത്ത്. അപ്പം ഇതാണ് നമ്മുടെ കാവേരി നദി. തമിഴ്നാടും കർണാടകയൊക്കെ വെള്ളം ഇവിടുന്നാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം മിക്കവാറും ഇപ്പം നല്ല നിറഞ്ഞ് കവിഞ്ഞൊക്കെ നിൽക്കുകയാണ് കാവേരി നദിയിൽ. അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇത് വെള്ളം താന്നും കുറേയൊക്കെ വറ്റി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവഴി പോകുമ്പോഴത്തേനും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കുറച്ചുകൂടെ ഭംഗിയാണ് കാവേരി കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ശ്രീരംഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞിട്ടാണ് കാവേരി സൗത്ത്. അപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ, ഈ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലം കാവേരി നദിയുടെ ഇടയ്ക്കാണ്. കാവേരി നോർത്തിൻ്റെയും സൗത്തിൻ്റെയും ഇടയ്ക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ മധുർവടയുടെ കഥ എനിക്ക് ഒരു രീതി പറഞ്ഞു തന്നു, ChatGPT എനിക്ക് വേറൊരു രീതി പറഞ്ഞു തന്നു. അതിൽ എനിക്കിഷ്ടമുള്ള ഗൂഗിൾ പറഞ്ഞ രീതിയിലാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാവേരി സൗത്ത്.
അപ്പം കാവേരി നദിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമുക്ക് നമ്മുടെ മൈസൂരെത്തും. അപ്പം ഈ യാത്രയിൽ ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ഒരു ആദ്യം ഈ മധുർവട എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേ എൻ്റെ വിചാരം മൊത്തം ഈ മെതുവട ഈ ഉഴുന്നുവടയ്ക്ക് എന്തോ അവർ ഈ മെതുവട എന്ന് ഈ കർണാടകയിൽ പറയുന്നത്. പക്ഷേ അതാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെ ഒരു പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയപ്പോഴേ ഇത് ഉഴുന്നുവടയല്ല, പരിപ്പ് വടയല്ല, ഉള്ളിവടയല്ല, വേറൊരു ടൈപ്പ് വട. കൊള്ളാം. അത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു കടി അടിക്കണം, ഒരു സിപ്പ് ചായ കുടിക്കണം, അങ്ങനെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ് ഈ മധുർവട എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ കഴിക്കാഞ്ഞത്. തിരിച്ചു വന്നപ്പോഴത്തേനും എനിക്കെന്തോ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേനും കഴിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ വന്ദേ ഭാരതിലല്ല, വേറെ ട്രെയിനിലാണ് വന്നത്. അപ്പം അത് കൊണ്ടു നടന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ എനിക്ക് ആ സമയത്ത് കഴിക്കാൻ തോന്നിയില്ല വാങ്ങിച്ച്. രാത്രി ഒന്നാമത് 8 മണിയൊക്കെ ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പം മൈസൂർ എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയും അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഇത്രയും നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്നാക്സ് ആയിരുന്നു. ഇനി നമ്മൾ ഉച്ച ആയപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ച് പതുക്കെ നമുക്ക് ആദ്യം പോയി ഉച്ചയ്ക്ക് ഉണ്ണാം. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമെന്ന്. ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എത്തിയപ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ ഉച്ച കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണം. അതാണ്. പിന്നെ രാത്രി ആകുമ്പോഴത്തേനും തിരിച്ചിങ്ങെത്തണം. അതാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. അപ്പോൾ നമ്മൾ നേരെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു A2B എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ്. A2B എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, നമ്മുടെ സ്ഥിരം A2B. ഞങ്ങൾ മിക്കവാറും ചായയും കാപ്പിയും കുടിക്കാൻ കയറുന്ന ഇടമാണല്ലോ A2B. ബാംഗ്ലൂരാണേലും ഞങ്ങൾക്ക് അടുത്തൊരു A2B ഉണ്ട്. അപ്പം അവിടെ കയറി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ശ്രീഹരി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചപ്പാത്തിയും കുറുമയും. കാരണം 2 മീൽസ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അധികമായിരിക്കും. അപ്പം ഒരാൾ ചപ്പാത്തിയും കുറുമയും അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചോറ് അത്യാവശ്യം ഇടും. അപ്പം ഇങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഇവരുടെ ഫുഡ് നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ A2Bയിലെ ഫുഡ്. ഇപ്രാവശ്യം മീൽസ് നല്ല മീൽസായിരുന്നു. അവർക്ക് എന്താ പറയുന്നത്, എനിക്ക് സാമ്പാറൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടുത്തെ A2Bയിലെ സാമ്പാറിനൊക്കെ ഒരു മധുരിപ്പുണ്ട്, ബാംഗ്ലൂർ. പക്ഷെ മൈസൂരൊക്കെ ചെല്ലുമ്പോഴത്തേനും അങ്ങനെ ഒരു കർണാടക സ്റ്റൈൽ ഒരു സാമ്പാറല്ല, കുറച്ചൊരു തമിഴ് സ്റ്റൈൽ സാമ്പാറാണ്. എനിക്ക് കർണാടക ഫുഡൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആ മധുരിപ്പ് വരുന്നത് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ പ്രത്യേകിച്ച് സാമ്പാറിൽ എനിക്ക് ആ മധുരം വരുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം ഒരു സ്റ്റാർട്ടർ പോലെ ഒരു വട, അത് നല്ല വടയായിരുന്നു. ആ വട വെച്ചു. പിന്നെ ഈ ഒരു ഐറ്റം, ഇത് ചേന കൊണ്ടുള്ള ഒരു തോരൻ പോലെ ഒരു ഐറ്റമാണ്. ഇത് നല്ല ടേസ്റ്റായിരുന്നു. ചേനയാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അത് എനിക്കിഷ്ടപ്പെട്ടു. ഞാനതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്തതെന്ന് ഞാനതിനകത്ത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി. ചേന കപ്പലണ്ടിയൊക്കെ ഇട്ടാണ് അത് കടുക് വറുത്തിങ്ങനെ ഉള്ളി ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, നമ്മുടെ തോരൻ പോലെ. പക്ഷേ ആ ചേന ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, വേവിച്ചിട്ട് നല്ല ഒരു മസാല എന്ന് വെച്ചാൽ വേറെ നമ്മുടെ ഗരം മസാലയൊന്നും അല്ലാതെ ഇങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒരു തോരൻ പോലെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു, നല്ല ഊണായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഇനിയും മൈസൂരെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബാക്കിയൊക്കെ ഇടാം. ഇപ്പം തന്നെ ഒത്തിരി ലെങ്തായി, നമ്മൾ കഥയൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീണ്ടും അടുത്ത വീഡിയോ മൈസൂരിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്.